പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കാണുമായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഐ ആം വിഷിംഗ് ദി എൻറ്റയർ ടീം വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവടുവെക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ വിഷ് ഹിം ആൻഡ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം ചാണ്ടി ഉമ്മൻ സർ. പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ്. ഹൈബിയുടെ കൂട്ടാണ് ഞാനും കാണാറില്ല, ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല. എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിൽ വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം വന്നിട്ടും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചറിന് നേരുകയാണ്. ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ്സായി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. കണ്ടിട്ട് സാധാരണഗതിയിൽ അഖിൽമാരാർ ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു പ്രാവശ്യം കണ്ണൂർ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫോർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് അഭിലാഷ് ഏട്ടാ, പ്ലീസ് ജോയിൻ. എല്ലാവർക്കും നമസ്കാരം.
അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാവരോടും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകുന്നത് അറിയാം. പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. കാരണം ഞാനും അഖിലും ഒക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ്, ഒരേ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചിരുന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, അളിയ നമ്മളൊരു സമയത്ത് ഒരു വേദിയിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കും എന്ന്. എൻ്റെ ആദ്യ സിനിമ നടക്കുമ്പോഴേ അഖിൽ വിളിച്ച് പറഞ്ഞു, അളിയ ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും. അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു, പക്ഷേ ബിഗ് ബോസിൽ പോയി. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലിനോട് പറഞ്ഞത്, ഒന്നെങ്കിൽ നീ ആയിത്തറ വണ്ടി തന്നെ അവിടെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും, അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും. അങ്ങനെ കപ്പോട്ട് വന്നു. ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല, നാളെ രാജമൗലി സാറിൻ്റെ പടത്തിൽ അവൻ അഭിനയിക്കാൻ പറയുന്നതിന് വലിയ അതിശയമൊന്നും പറയാൻ, അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അത് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നിൻ്റെ ദിവസമാണ്, നിൻ്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ, അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസിനും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. Thank you so much. And രഞ്ജിൻ ചേട്ടാ, ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷം ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ റാഫാദൊക്കെ അടക്കം എല്ലാവരും, ഓരോ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ ഇല്ല, വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരോടും. thank you. And നമ്മുടെ പ്രൊഡ്യൂസർ